ഓക്കെ, അപ്പോൾ ഗോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? സപ്പോർട്ട് വെക്ടർ മെഷീന്റെ ബെസ്റ്റ് ഹൈപ്പർ പ്ലെയിൻ കണ്ടുപിടിക്കാൻ. അപ്പം ഹയർ ഡയമെൻഷനിൽ ഹൈപ്പർ പ്ലെയിൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 3D വരെ നമ്മൾ പറഞ്ഞു, 2Dയിൽ ലൈനും 3Dയിൽ നമ്മൾ പ്ലെയിൻ ആണ് കണ്ടുപിടിക്കുന്നത്. 3 ഡയമെൻഷൻ വരെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഹയർ ഡയമെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ മാത്സ് ഉപയോഗിച്ചില്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് ഇമാജിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. അല്ലാതെ നമുക്ക് നമ്മുടെ മൈൻഡിൽ അത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. 4 ഡയമെൻഷൻ 5th ഡയമെൻഷനൊക്കെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ SVM സപ്പോർട്ട് വെക്ടർ മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും ക്ലാസിഫിക്കേഷൻ ടൈപ്പ് പ്രോബ്ലംസിനാണ്. പിന്നെ ഇത് കൂടുതൽ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള അൽഗോരിതം ആവാൻ കാരണം ഇത് ഹയർ ഡയമെൻഷനുള്ള ഡാറ്റയെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പവർ ഈ അൽഗോരിതത്തിനുണ്ട്. പെർഫോം വെൽ ഈവൻ വിത്ത് മെനി ഫീച്ചേഴ്സ്, ഒരുപാട് ഫീച്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവും സപ്പോർട്ട് വെക്ടർ മെഷീനുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് വെക്ടർ മെഷീൻ നമുക്ക് വേണമെങ്കിൽ റിഗ്രഷൻ ടൈപ്പ് ടാസ്കുകൾക്കും യൂസ് ചെയ്യാം. SVR എന്ന റിഗ്രഷർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിന് ലീനിയർ റിലേഷൻഷിപ്പ് ഉള്ള ഫീച്ചേഴ്സിനെ മാത്രമല്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, നോൺ ലീനിയർ ടൈപ്പ് ഡാറ്റാസിന്, അതായത് കോംപ്ലക്സ് ഡാറ്റയെ കൂടി ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് അതിന്റെ ഇൻപുട്ട് സ്പേസ്, നോൺ ലീനിയർ ഡാറ്റ എന്ന് പറയുമ്പോൾ കോംപ്ലക്സിറ്റി കൂടി. അപ്പൊ ആ ഒരു ഡാറ്റയെ കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിനൊരു ഡിസിഷൻ ബൗണ്ടറി മേക്ക് ചെയ്യാനും സപ്പോർട്ട് വെക്ടർ മെഷീന് സാധിക്കും. പിന്നെ ചെറിയ ഡാറ്റ സെറ്റ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സപ്പോർട്ട് വെക്ടർ മെഷീന് സാധിക്കും. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് വെക്ടർ മെഷീനിൽ ഒരു ക്ലാസിഫിക്കേഷൻ ടൈപ്പ് പ്രോബ്ലം നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. കുറെ കാറ്റിന്റെയും ഡോഗിന്റെയും പാസ്റ്റ് ലാബിളുടെ ഡാറ്റ നമ്മൾ പാസ് ചെയ്യുവാണെങ്കിൽ, ബിക്കോസ് ഇതൊരു സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതമാണ്, അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് അടക്കമാണ് പാസ് ചെയ്യുന്നത്. മോഡലിനെ അത് ട്രെയിൻ ചെയ്യിപ്പിക്കും. അതിനുശേഷം പുതിയ ഒരു ഡാറ്റ കാണുമ്പോൾ അത് കാറ്റ് ആണോ ഡോഗ് ആണോ എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നു. അപ്പൊ ക്ലിയർലി സെപ്പറേറ്റ് ചെയ്യാനാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഡിസിഷൻ ബൗണ്ടറി ആണ് കണ്ടുപിടിക്കുന്നത്, ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ പ്ലെയിൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഡിസിഷൻ ബൗണ്ടറി എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ക്ലാസ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈൻ അല്ലെങ്കിൽ പ്ലെയിൻ. സപ്പോർട്ട് വെക്ടേഴ്സ് എന്താണ്? ആ ബൗണ്ടറി ഡിസിഷൻ, ആ ബൗണ്ടറിയെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ക്ലോസസ്റ്റ് പോയിന്റ്സ് രണ്ട് ഗ്രൂപ്പിൽ നിന്നും. ഇവിടെ മാർജിൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ, ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ക്ലാസസ് ആൻഡ് ദ ഡിസിഷൻ ബൗണ്ടറി. അപ്പോൾ SVM എന്ന് പറയുന്നത് മാക്സിമൈസ് ദിസ് മാർജിൻ. ഓക്കെ, ഇനി ഓൾറെഡി ഞാൻ പറഞ്ഞു സപ്പോർട്ട് വെക്ടർ മെഷീൻ നോൺ ലീനിയർ ടൈപ്പ് ഡാറ്റയെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു അൽഗോരിതമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്ന ഒരു കേർണൽ ട്രിക്കാണ്. അതായത് നോൺ ലീനിയർ ഡാറ്റയെ ഹയർ ഡയമെൻഷണൽ സ്പേസിൽ സെപ്പറേറ്റ് ചെയ്യാം. അതായത് ലീനിയർ ടൈപ്പ് ഡാറ്റയെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ലീനിയർ എന്ന കേർണൽ വെച്ചിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ പോളിനോമിയൽ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ RBF എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, റേഡിയൽ ബേസിസ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ അത് നോൺ ലീനിയർ സെപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഇപ്പൊ സാധാരണ ലീനിയർ ഡിസിഷൻ ബൗണ്ടറി വെച്ച് ഡാറ്റ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കേർണൽ ഫങ്ഷൻസ് ഉപയോഗിച്ച് ഡാറ്റ ഹയർ ഡയമെൻഷനിലേക്ക് മാപ്പ് ചെയ്യും. അതായത് ഹയർ ഡയമെൻഷനിൽ ഡാറ്റ ലീനിയർ ആയിട്ട് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും ഇങ്ങനെ മാപ്പ് ചെയ്യുമ്പോൾ. കേർണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. അത് ഡാറ്റയെ ഹയർ ഡയമെൻഷനിലേക്ക് മാറ്റാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ SVMൽ നമുക്ക് ആ ഒരു കേർണൽ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു കേർണൽ ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോൺ ലീനിയർ ടൈപ്പ് ഡാറ്റനെ ഹയർ ഡയമെൻഷനിൽ ലീനിയർ ആക്കി മാറ്റുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത് കേർണൽ ട്രിക്സ് യൂസ് ചെയ്തിട്ട്. അപ്പൊ പോളിനോമിയൽ കേർണൽ ഉണ്ട്, അതുപോലെ തന്നെ RBF കേർണൽ ഉണ്ട്. അപ്പോ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു ഇൻപുട്ട് സ്പേസിൽ ഇതൊരു നോൺ ലീനിയർ ടൈപ്പ് ഡാറ്റയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതില്
നമുക്കൊരു ലൈൻ വരച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല.